യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായിരുന്നു. കാരണം കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും അവൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ശരീരത്തിൽ ചെറിയൊരു അനക്കം മാത്രം. ആദ്യം സാധാരണ തലവേദന, പിന്നീട് പനി, അതിനുശേഷം ഛർദി, അവസാനം സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഒരാഴ്ചയ്ക്കുള്ളിൽ ആരോഗ്യവതിയായിരുന്ന യുവതി ജീവനും മരണത്തിനുമിടയിൽ കിടക്കുകയായിരുന്നു. നിരവധി ടെസ്റ്റുകൾ, വലിയ സ്കാനുകൾ, വിദഗ്ധ ഡോക്ടർമാരുടെ മീറ്റിംഗുകൾ. പക്ഷെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം മാത്രം കണ്ടെത്താനായില്ല. ഇത് സാധാരണ രോഗമല്ല. ഒരു ഡോക്ടർ പതുക്കെ പറഞ്ഞ ആ വാക്ക് കേട്ട് മുറിയിലുണ്ടായിരുന്നവർ പോലും നിശബ്ദമായി. അപ്പോഴാണ് അമേരിക്കയിൽ പഠിച്ചെത്തിയ ഒരു യുവ ഡോക്ടർ ഒരു സംശയം ഉന്നയിച്ചത്. തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടോ? ആദ്യത്തിൽ ആരും വിശ്വസിച്ചില്ല. പക്ഷെ പിന്നീട് വന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർമാർ വരെ നടുങ്ങിപ്പോയി. കാരണം വർഷങ്ങളായി സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയിരുന്ന പൂച്ച തന്നെയായിരുന്നു ഈ യുവതിയുടെ ജീവിതം തകർത്തത്. ഓരോ ദിവസവും പൂച്ചയെ കെട്ടിപ്പിടിക്കൽ, ഉമ്മ വയ്ക്കൽ, കൂടെ കിടത്തി ഉറങ്ങൽ, ഇതെല്ലാം അവളുടെ പതിവായിരുന്നു. ആരുമറിയാതെ വർഷങ്ങളായി പൂച്ചയുടെ രോമങ്ങൾ ശ്വസനത്തിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കയറി. പിന്നീട് അത് തലച്ചോറിൽ ഗുരുതരമായ ഇൻഫെക്ഷനായി മാറുകയായിരുന്നു. സ്കാനിൽ പോലും വ്യക്തമായി കാണാനാകാത്ത രീതിയിൽ തലച്ചോറിന്റെ ഒരു വശത്ത് അത് അടിഞ്ഞുകൂടിയിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ യുവതിക്ക് സ്വന്തം പേരുപോലും ഓർമ്മയില്ലായിരുന്നു. 2.5 മണിക്കൂർ നീണ്ട അപകടകരമായ സർജറിയിലൂടെ ഡോക്ടർമാർ ഇൻഫെക്ഷൻ നീക്കം ചെയ്തു, ജീവൻ രക്ഷിക്കാനായി. പക്ഷെ ഓർമ്മകൾ, അവയിൽ പലതും എന്നേക്കുമായി നഷ്ടമായി. ഇപ്പോൾ പോലും പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിര് കടക്കുന്ന അടുപ്പം ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കാം. അതുകൊണ്ട് വീട്ടിൽ പൂച്ചയെയും നായയെയും വളർത്തുന്നവർ ശ്രദ്ധിക്കുക. കാരണം ചില അപകടങ്ങൾ നമുക്ക് കാണാൻ പോലും കഴിയില്ല. അവ ശ്വാസത്തോടൊപ്പം ശരീരത്തിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും.